വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സായംപ്രഭ ഹോമിന്റെ നവീകരിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. പി.കെ. കുഞ്ഞാലിക്കുട്ടി സായംപ്രഭ ഹോം ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുറം ബ്ലോക്കിൽ പകൽ വീട് പ്രസ്ഥാനം ആരംഭിച്ച C.H. അബു യൂസഫ് ഗുരുക്കളുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പേരാണ് സായംപ്രഭ ഹോമിനും നൽകിയിട്ടുള്ളത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ പ്രവർത്തിച്ചു വരുന്ന വയോജനക്ഷേമത്തിനായുള്ള സായംപ്രഭ ഹോം നവീകരിച്ച കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. പകൽ വീടിന്റെ സ്ഥാപകനായ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.H. അബു യൂസഫ് ഗുരുക്കളുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുന്ന സായംപ്രഭ ഹോം നവീകരിച്ച കെട്ടിടം P.K. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഴയ സായംപ്രഭ ഹോം നവീകരിച്ചിരിക്കുന്നത്. 2010 അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.H. അബു യൂസഫ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പകൽ വീട് 2018 സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ രജിസ്ട്രേഷൻ നേടുകയും സായംപ്രഭ ഹോമായി മാറുകയും ചെയ്തു. വയോജനങ്ങൾക്കുള്ള റിസോഴ്സ് സെന്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സായംപ്രഭ ഹോം 60 കഴിഞ്ഞവർക്കുള്ള വയോമധുരം, വയോസുരക്ഷ, മന്ദഹാസം തുടങ്ങിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള കേന്ദ്രമാണ്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സായംപ്രഭ ഹോം വഴി വയോജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണവും നൽകുന്നതോടൊപ്പം മാനസിക ശാരീരികോല്ലാസത്തിനു വേണ്ട പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. വയോജനങ്ങൾക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നതിന് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ലൈബ്രറി സൗകര്യം ഒരുക്കുന്നതിനും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതിനുമാണ് സായംപ്രഭ ഹോം നവീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയായ ഒറ്റവീട് ഇരട്ട വീടാക്കൽ ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ കൈമാറ്റവും ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കുള്ള ചെക്ക് കൈമാറലും ആബിദ് ഹുസൈൻ തങ്ങൾ MLA നിർവഹിച്ചു. അവർക്കുള്ള താക്കോലാണ് നൽകുന്നത്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഉപകരമായ രീതിയിലുള്ള ഒരു പദ്ധതിക്കാണ് നമ്മൾ ഈ ചടങ്ങ് സാക്ഷ്യം. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PCA നൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് ഫണ്ടിന്റെ ഒക്കെ വളരെ പരിമിതിയുണ്ട്, ഫണ്ടുകളുടെ ഒക്കെ വളരെ പരിമിതിയുണ്ട്. എന്നിട്ടും സംസ്ഥാനത്ത് തന്നെ മികവ് നേടാൻ ഈ ബ്ലോക്കിനായി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. യാതൊരു സംശയവും ആ കാര്യത്തിൽ ഇല്ല. ഇവിടുത്തെ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് സായംപ്രഭ ഹോം, നമ്മുടെ എൽഡർ ആയിട്ടുള്ള ആളുകൾ, സീനിയർ സിറ്റിസൺസ്, അവർക്ക് അവരുടെ സമയം, ജീവിതത്തിലെ അവരുടെ ഈ പ്രായ ഘട്ടത്തിൽ അവർക്ക് വന്ന് സമയം ചെലവഴിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ലിഷർലി ആയിട്ട് അവർക്ക് അവരുടെ ഒരു സമയം ചെലവഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് വലിയ സംഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥക്കൊക്കെ പരിഹാരം കാണാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. നമുക്കറിയാം, 7 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, കെട്ടിടങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, 1000-ൽ പരം രോഗികളാണ് ആ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിലായാലും, വിദ്യാഭ്യാസ രംഗത്തായാലും, കാർഷിക മേഖലയിലായാലും, ഭവനരഹിതരുടെ മേഖലയിലായാലും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടി നമുക്കൊക്കെ ഉണ്ട്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.